Dear friends, welcome to SL's Academy Mission LDC 2020 ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള റിവിഷൻ്റെ രണ്ടാമത്തെ സെക്ഷൻ റിവിഷനാണ്. 9ാമത്തെ സെക്ഷൻ്റെ രണ്ടാമത്തെ സെക്ഷൻ റിവിഷൻ. ഓക്കെ, നമ്മുടെ ചാനലിലെ 68ാമത്തെ എക്സാമാണ്. ഈ 68ാമത്തെ എക്സാം വരാനുള്ള കാരണം എന്താണ്? ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എക്സാമിൻ്റെ റിവിഷൻ ഉൾപ്പെടെയാണ് 68ാമത്തെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ നവംബർ 1-ന് മിഷൻ LDC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 68 മിഷൻ LDC എക്സാമുകൾ ചാനൽ അവൈലബിൾ ആണ്. ഓക്കെ, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസിൻ്റെയും അതുപോലെ തന്നെ എക്സാമിൻ്റെ ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. SL's അക്കാഡമി ഒഫീഷ്യൽ സെർച്ച് ചെയ്താൽ ടെലഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യുകയാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിവിഷനിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ സെക്ഷൻ റിവിഷൻ, 9ാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ റിവിഷൻ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് നോക്കാം. KK എളപ്പൻ, PK ചാത്തൻ മാസ്റ്റർ, രാജസ്ഥാൻ, ഒരു സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ, ഇന്ത്യയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ, ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങൾ, ഇന്ത്യയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ, നാഗാലാൻഡ് മേഘാലയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സമയവും ജോലിയും എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ, പ്രോഗ്രഷൻ എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് പ്രിപ്പോസിഷൻ, സ്പെല്ലിംഗ് കറക്ഷൻ, ആന്റോണിയം, സിനോണിയം. അടുത്ത മലയാള ഭാഗത്തുനിന്ന് വിപരീത പദം, കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സാണ് അപ്ഡേറ്റ് ചെയ്തു പോകുന്നത്. ഇത്രയും 6 ഭാഗത്തുനിന്ന് 6 ടോപ്പിക്കിൽ നിന്നുള്ള 30 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ. ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ നോട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് എത്ര മാർക്ക് ലഭിക്കുന്നു അതിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. കോഴിക്കോട് കേരള സർവോദയ സംഘം രൂപീകരിച്ച വർഷം, കോഴിക്കോട്ട് കേരള സർവോദയ സംഘം രൂപീകരിച്ച വർഷം ഏതെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മൂന്നാമത്തെ ചോദ്യം, PK ചാത്തൻ മാസ്റ്റർ അന്തരിച്ച വർഷം എന്ന്? നാലാമത്തെ ചോദ്യം, സൂര്യോദയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? അഞ്ചാമത്തെ ചോദ്യം, നൽ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏഴാമത്തെ ചോദ്യം, കൊല്ലേരു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എട്ടാമത്തെ ചോദ്യം, നാരായൺ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒൻപതാമത്തെ ചോദ്യം, ഹസ്നിപ്പൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? പത്താമത്തെ ചോദ്യം, ജവഹർ സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? 11ാമത്തെ ചോദ്യം, ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമായ ദേശീയോദ്യാനം ഏത്? 12ാമത്തെ ചോദ്യം, പന്ന കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? 13ാമത്തെ ചോദ്യം, സത്യമംഗലം കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? 14ാമത്തെ ചോദ്യം, പറമ്പിക്കുളം കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? 15ാമത്തെ ചോദ്യം, തലക്കൊന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? 16ാമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? 17ാമത്തെ ചോദ്യം, ബിഷപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? 18ാമത്തെ ചോദ്യം, നാഗാലാൻഡിന്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം? 19ാമത്തെ ചോദ്യം, സിജു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? 20ാമത്തെ ചോദ്യം, ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഡാഷ് 1995. 21ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? 22ാമത്തെ ചോദ്യം, ആന്റോണിയം ഓഫ് സെക്യൂർ?
23ാമത്തെ ചോദ്യം സിനോണിം ഓഫ് അഡോറേഷൻ. 24ാമത്തെ ചോദ്യം പുഞ്ച വിപരീത പദം ഏത്? 25ാമത്തെ ചോദ്യം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആര്? 26ാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2021 നടക്കുന്നത്? 27ാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം 2021 നിലവിൽ വരുന്നത് എവിടെ? 28ാമത്തെ ചോദ്യം എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. 500 രൂപ കൂലിയായി ലഭിച്ചുവെങ്കിൽ ബിയുടെ വിഹിതം എത്ര? 29ാമത്തെ ചോദ്യം 63, 51, 39, 27 എക്സെട്ര എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങൾ ആയാൽ 9ാം പദം എത്ര? 30ാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയിൽ n പദങ്ങളുടെ n-ാം പദം 4n-2 ആയാൽ പൊതുവ്യത്യാസം എത്ര? അടുത്ത റിവിഷൻ 3 വരുന്ന ടോപ്പിക്കുകളാണ്, ശ്രദ്ധിക്കാം. റിവിഷൻ 3 ടോപ്പിക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലദ്വീപ്. അടുത്ത ഗോപാലകൃഷ്ണ ഗോഖലെ, അരവിന്ദ് ഘോഷ്, സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികൾ, ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സി കേശവൻ, പി കൃഷ്ണപിള്ള, മണിപ്പൂർ, ത്രിപുര, മിസോറാം സംസ്ഥാനങ്ങളെക്കുറിച്ച്. അടുത്ത മാത്സ് ഭാഗത്തുനിന്ന് സംഖ്യകൾ എന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് കൺജങ്ഷൻ, സ്പെല്ലിംഗ് കറക്ഷൻ, ആന്റോണിയം, സിനോണിയം. അടുത്ത വിപരീത പദം, മലയാള ഭാഗത്തുനിന്ന് വിപരീത പദം, കറണ്ട് അഫയേഴ്സ്. ഇത്രയും ഭാഗങ്ങളായിരിക്കും 3ാമത്തെ റിവിഷനിലുണ്ടാവുക. 3ാമത്തെ റിവിഷൻ കഴിയുമ്പോൾ അടുത്ത നമ്മൾ വീണ്ടും ടോപ്പിക്കിലേക്ക് പോകുന്നു, ടോപ്പിക് എക്സാമിലേക്ക് പോകുന്നു. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ആദ്യ ചോദ്യം കോഴിക്കോട് കേരള സർവോദയ സംഘം രൂപീകരിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 1958 ഓക്കെ. കെ കേളപ്പനാണ്, ഓർത്ത് വെച്ചിരിക്കുക. ആദ്യം പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണെന്ന് ഓർത്ത് വെച്ചിരിക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ എന്ന് സൃഷ്ടിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. അടുത്ത 3ാമത്തെ ചോദ്യം പി കെ ചാത്തൻ മാസ്റ്റർ അന്തരിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 1988 പി കെ ചാത്തൻ മാസ്റ്റർ അന്തരിക്കുന്നത്. 4ാമത്തെ ചോദ്യം സൂര്യോദയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉദയ്പൂർ. അടുത്ത 5ാമത്തെ ചോദ്യം നൽ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗുജറാത്തിലാണ് നൽ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 6ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മഹാരാഷ്ട്രയാണ് സംസ്ഥാനം. 7ാമത്തെ ചോദ്യം കൊല്ലേരു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ്. അടുത്ത 8ാമത്തെ ചോദ്യം നാരായൺ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗുജറാത്ത്. അടുത്ത 9ാമത്തെ ചോദ്യം ഹസ്നിപ്പൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. 10ാമത്തെ ചോദ്യം ജവഹർ സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, രാജസ്ഥാൻ. അടുത്ത 11ാമത്തെ ചോദ്യം ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമായ ദേശീയോദ്യാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, മനാസ് ദേശീയോദ്യാനം. അടുത്ത 12ാമത്തെ ചോദ്യം പന്ന കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പന്ന കടുവാ സങ്കേതം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം സത്യമംഗലം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തമിഴ്നാട്. അടുത്ത 14ാമത്തെ ചോദ്യം പറമ്പിക്കുളം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കേരളത്തിലാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 15ാമത്തെ ചോദ്യം തലക്കൊന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശിലാണ് തലക്കൊന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഓപ്ഷൻ
ഡി ആണ് ഉത്തരം കർണാടക ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഓർത്ത് വെക്കുക. അടുത്ത 17ാമത്തെ ചോദ്യം, ബിഷപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ബിഷപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മേഘാലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബിഷപ്പ് മേഘാലയ. അടുത്ത 18ാമത്തെ ചോദ്യം, നാഗാലാൻഡിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഒരു ലോക്സഭാ സീറ്റാണ് എവിടെയുള്ളത്? നാഗാലാൻഡിൽ ഉള്ളത്. ഓക്കെ, ഒരു ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഏതാണ്? നാഗാലാൻഡ്, സിക്കിം, മിസോറാം. ഓക്കെ, 3 സംസ്ഥാനങ്ങൾക്കാണ് ഒരു ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, സിജു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മേഘാലയ. അടുത്ത 20ാമത്തെ ചോദ്യം, ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഡാഷ് 1995. ഏതാണ് വരുന്നത്? ഇയർ വരെയാണെങ്കിൽ ഏത് വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സിൻസ്. ഓക്കെ, ഏതാണ് വരുന്നത്? സിൻസ്, പ്രൊപ്പോസിഷൻ സിൻസ് ആണ് വരുന്നത്. അടുത്ത 21ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കോൺഫിഡൻസ്. CONFIDENC ആണ് കോൺഫിഡൻസിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ അപ്രിഷിയേറ്റ് ആണ് സ്പെല്ലിംഗ്. അപ്രിഷിയേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്നാണ്? APPRECIATE ആണ്. 2 T വേണ്ട, ഒരു ടീം മതി. ഓക്കെ, APPRECIATE ആണ് അപ്രിഷിയേറ്റിൻ്റെ സ്പെല്ലിംഗ്. അടുത്ത ബംഗ്ലാവിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ബംഗ്ലാവ് BUNGALOW ആണ്. 2 L വേണ്ട, ഒരു L മാത്രം മതി. BANGALOW ആണ് ബംഗ്ലാവിൻ്റെ സ്പെല്ലിംഗ്. അടുത്ത ഡെഫിനിറ്റ്ലി ആണ്. ഡെഫിനിറ്റ്ലിയുടെ സ്പെല്ലിംഗ് എന്താണ്? DEFINITELY ആണ്. 2 L വേണ്ട, DIFINITELY ആണ് ഡെഫിനിറ്റ്ലിയുടെ സ്പെല്ലിംഗ്. ക്ലിയർ? അടുത്തത് നോക്കാം. അടുത്ത 22ാമത്തെ ചോദ്യം, ആൻറ്റോണിയം മീൻസ് ഓപ്പോസിറ്റ്. ആൻറ്റോണിയം ഓഫ് സെക്യൂറിൻ്റെ ഓപ്പോസിറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് കിട്ടും. ഏതാണ്? സെക്യൂർ എന്ന സുരക്ഷിതത്വം. അപ്പോൾ സുരക്ഷിതത്വമില്ലായ്മ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇൻസെക്യൂർ. ഓക്കെ, ഇൻസെക്യൂർ. അടുത്ത സൈലൻസ് എന്ന നിശബ്ദത. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നോയ്സ്. സൈലൻസ് ഓപ്പോസിറ്റ് ഏതാണ്? നോയ്സ്. ഓർത്ത് വെച്ചിരിക്കുക, നോയ്സ് ബഹളം. അടുത്ത വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശാരീരികമായ വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാ? അരക്ഷിത, എന്താ പറയാം, ഒരു ആരോഗ്യമില്ല. വീക്ക്നെസ് ആരോഗ്യമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വീക്ക്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെങ്ത്. ഓക്കെ, വീക്ക്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെങ്ത്. ഓർത്ത് വയ്ക്കുക, വീക്ക്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെങ്ത്. അടുത്ത ക്രോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞു തിരിഞ്ഞത് അല്ലെങ്കിൽ വളവുള്ളത് എന്നാണ് ക്രോക്ക്ഡിന് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്ട്രെയിറ്റ്, നേരായത്. ഓക്കെ, സ്ട്രെയിറ്റ്, നേരായത്. ഓർത്ത് വയ്ക്കുക, ക്രോക്ക്ഡ്, സ്ട്രെയിറ്റ്. അടുത്ത സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ചോദ്യം, സിനോണിയം ഓഫ് അഡോറേഷൻ്റെ സിനോണിയം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡോറേഷൻ്റെ അർത്ഥം പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടും, ആരാധന എന്നാണ് അർത്ഥം. ആരാധന. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, വർഷിപ്പ്. ഓക്കെ, അഡോറേഷൻ്റെ സെയിം മീനിങ് എന്താണ്? വർഷിപ്പ്. അടുത്ത അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സിറ്റി എന്ന് വിപത്ത് അല്ലെങ്കിൽ വിപത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് എന്താ? ഡിഫിക്കൽട്ടി. ഓക്കെ, ഡിഫിക്കൽട്ടി, പ്രശ്നം, എന്താണ്? പ്രയാസം എന്നർത്ഥം. ഓക്കെ, ഡിഫിക്കൽട്ടി, അഡ്വേഴ്സിറ്റി, ഡിഫിക്കൽട്ടി എന്നുണ്ട്, പ്രയാസം എന്നുണ്ട്, വിപത്ത് എന്ന അർത്ഥമുണ്ട്. ഓക്കെ, അടുത്ത അഡ്രോയിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്രോയിറ്റ് എന്ന് പറഞ്ഞാൽ മിടുക്കുള്ളത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് എന്താ പറയുന്നത്? എക്സ്പേർട്ട്. ഓക്കെ, എന്താണ്? എക്സ്പേർട്ട്, സെയിം മീനിങ് എക്സ്പേർട്ട്. അടുത്ത ആപ്റ്റ് ആയത് എന്നൊക്കെ കേട്ടിട്ട്, ആപ്റ്റ് ആയത് എന്താണ്? ഉചിതമായത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഏതാ വരുന്നത്? സ്യൂട്ടബിൾ. ഏതാണ്? സ്യൂട്ടബിൾ. ഓർത്ത് വയ്ക്കുക, സ്യൂട്ടബിൾ. അടുത്ത 24ാമത്തെ ചോദ്യം, പുഞ്ച വിപരീത പദം ഏതെന്നാണ് ചോദ്യം. പുഞ്ചയുടെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നഞ്ച. ഓക്കെ, പുഞ്ചയുടെ വിപരീത പദം നഞ്ച. ഇപ്പോൾ നമുക്ക് നോക്കാം, വിരസൻ്റെ വിപരീത പദം ഏതാണ്? സരസൻ. വിരസൻ്റെ വിപരീത പദം ഏതാണ്? സരസൻ. ഓർത്ത് വയ്ക്കുക, വിരസൻ്റെ വിപരീത പദം സരസൻ. അടുത്ത നിരാമത്തിൻ്റെ വിപരീത പദം ഏതാണ്? സാമം. ഓക്കെ, നിരാമത്തിൻ്റെ വിപരീത പദം ഏതാണ്? സാമം. ഓർത്ത് വയ്ക്കുക, നിരാമം, സാമം. അടുത്ത നിന്ദനത്തിൻ്റെ വിപരീത പദം ഏതാണ്? വന്ദനം. ഓക്കെ, വന്ദനം. നിന്ദനത്തിൻ്റെ വിപരീത പദം വന്ദനം. ഓർത്ത് വെച്ചിരിക്കുക, വന്ദനം. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരെന്നാണ് ചോദ്യം. ആരാണ്? N. പ്രഭാകരനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, N. പ്രഭാകരൻ. അടുത്ത 26ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2021 നടക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, 8ാമത്തെയാണ്.
ഇപ്പോൾ 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2011 അവസാനമായിട്ട് നടന്നത്. ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് നടന്നത് 51 കൂടി ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 27ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം 2021 നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ജമ്മു കാശ്മീരിലാണ് നിലവിൽ വരുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 28ാമത്തെ ചോദ്യം. ഒരു ജോലി 10 ദിവസം കൊണ്ട് ബി അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. 500 രൂപ കൂലിയായി ലഭിച്ചുവെങ്കിൽ ബിയുടെ വിഹിതം എത്രയെന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു ജോലി പൂർത്തിയാക്കുന്ന സമയം തിരിച്ചെഴുതി കിട്ടും, ലാഭവിഹിതം കിട്ടും. ഓക്കെ, എന്താണ് ലാഭവിഹിതത്തിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എ എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്, 10 ദിവസം തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ എത്രയെന്ന് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 ദിവസം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A/B എങ്ങനെയാണ്, 10:15. ഓക്കെ, ചെറിയ ഫോമിലായിട്ട് മാറ്റുമ്പോൾ എത്രയെന്ന് കിട്ടും, 5 2 പ്രാവശ്യം 3 പ്രാവശ്യം 2:3 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താ റേഷ്യോ ലഭിക്കാൻ തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും, ലാഭവിഹിതത്തിൻ്റെ റേഷ്യോ കിട്ടാൻ എന്ത് ചെയ്യണം, ഇതിനെ തിരിച്ചെഴുതാം. അപ്പോൾ ലാഭവിഹിതത്തിൻ്റെ റേഷ്യോ ആകുമ്പോൾ എത്രയാണ്, എ എന്ന് പറയുന്നത് എത്രയാവും, 3:2 എന്ന് കിട്ടും, 3:2. അപ്പോൾ A/B എന്ന് പറയുന്നത് എത്രയാണ്, 3:2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്, ബിയുടെ ഇതാണ് കണ്ടത്, ബിയുടെ വിഹിതമാണ് കാണേണ്ടത്. ബിയുടെ വിഹിതം കാണാൻ 2/5 എത്രയാണ്, 500 ചെയ്യുക. ഓക്കെ, നോക്കുക, 5 എത്ര പ്രാവശ്യം, 5 കൊണ്ട് പോകുമ്പോൾ എത്ര നീട്ടും, 5 1 പ്രാവശ്യം. അപ്പോൾ എത്രയാണ്, 100. 100 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 200. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 29ാമത്തെ ചോദ്യം. 63, 51, 39, 27 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ 9ാം പദം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇതെന്താണ് ഇക്വേഷൻ, a+n-1 × d ആണ് ഇക്വേഷൻ, a+n-1 × d. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറഞ്ഞാൽ 1-ാം പദം, n-1 എത്രയാണ്, അത് എത്ര പദമാണ് നോക്കേണ്ടത് അത്. ഓക്കെ, അടുത്ത ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്, പൊതുവ്യത്യാസം. അപ്പോൾ നമുക്കറിയാം എ എത്രയെന്നറിയാം, 63. അപ്പോൾ ഈ 63 പ്ലസ് അടുത്ത എത്രാമത്തെ പദമാണ് കാണേണ്ടത്, 9ാമത്തെ പദമാണ് കാണേണ്ടത്. അപ്പോൾ 9 - 1 × കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം, 63 - 51 ചെയ്യുക. 63 - 51 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 63 - 51 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 1 12 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ -12 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ശ്രദ്ധിച്ചോളാം, -12 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ചെയ്ത് നോക്കാം. 63 പ്ലസ് 9 1 പോയാൽ എത്രയാണ്, 8 × -12 ആണ്. ഓക്കെ, അപ്പോൾ 8 × -12 8 12 12 8 8 2 16 ശിഷ്ട 1 8 1 9 96 എന്ന് കിട്ടും. അപ്പോൾ 63 എന്താണ് -96 എന്നാണ് വരുന്നത്. അപ്പോൾ എത്ര എന്ന് കിട്ടും, -33 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചോളാം, -33 കിട്ടി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ, ഓർത്തിക്കുക, -33 ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം 4n-2 ആയാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. എന്ന് n-ാം പദം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, n-ന്റെ ഗുണോത്തരങ്ങൾ എത്രയാണോ അത് എഴുതി വയ്ക്കുക. അപ്പോൾ n-ന്റെ ഗുണോത്തരം എത്രയാണ്, n-ന്റെ കൂടെ വരുന്നത് 4 ആണ്. ഓക്കെ, 4 ആണ്, അതാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് പൊതുവ്യത്യാസം, ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം. ഓക്കെ, 4n - 2 അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു -4n ആയിരുന്നെങ്കിൽ എന്തായിരുന്നു പൊതുവ്യത്യാസം, -4 ആയിരുന്നേ. ക്ലിയർ ആണ്, ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ സി ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക് കൂടെ നോക്കിയിട്ട് നമ്മുടെ ക്ലാസ് നിർത്താം. അപ്പോൾ റിവിഷൻ 3ാമത്തേൽ വരുന്ന ടോപ്പിക്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്, ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അരവിന്ദ് ഘോഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികൾ എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അത് കുറച്ച് നോക്കിയുള്ള കൂടുതലായിട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അടുത്ത സി കേശവനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പി കൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ത്രിപുരയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മിസോറവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അടുത്ത മാത്സ് ഭാഗത്തുനിന്ന് സംഖ്യകൾ എന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് കൺജങ്ഷൻ, സ്പെല്ലിംഗ് കറക്ഷൻ, ആന്റോണിയം, സിനോണിയം. അടുത്ത മലയാള ഭാഗത്തുനിന്ന് വിപരീത പദം, കറണ്ട് അഫയേഴ്സ്. ഇത്രയും ഭാഗങ്ങളായിരിക്കും അടുത്ത ഭാഗത്തിലുണ്ടാവുക 30 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്മ പറയാനും പ്രവർത്തിക്കാനും അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.